നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സന്തോഷം ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ ഒരു സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒന്നിച്ച് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്നതാവാം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതാവാം, പുതിയ വീട്, കൂടാതെ ദൂരെയുള്ള ഒരാൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതുമാവാം. അത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മാനസിക സമാധാനം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുമായിട്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെയാണ് നിങ്ങളെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. തുടക്കമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് പാതി വഴിയിൽ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ജോലി, പഠനം അല്ലെങ്കിൽ കഴിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഫലം കാണാത്ത ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിനുവേണ്ടി വീണ്ടും ഒന്നുകൂടി ശ്രമിക്കാമെന്ന് കരുതി വീണ്ടും അതിലൊരു പുതിയ തുടക്കം കുറിക്കുന്നതാവാം. അതേപോലെ തന്നെ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ശീലങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിത രീതിയിലേക്ക് മാറുന്നതുമാവാം. അത്തരത്തിൽ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇപ്രാവശ്യം നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെയാവില്ല എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. സാമ്പത്തികം, ജോലി, കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു ഉറച്ച അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവും വിശ്വാസവുമൊക്കെ തിരികെ നിങ്ങൾക്ക് കിട്ടാതെ വരിക, നിങ്ങളെ എപ്പോഴും നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് മേൽ അധികാരം കാണിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലും വിശ്വാസവുമൊക്കെ തിരികെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്നത് പോലെ തിരിച്ച് നിങ്ങൾക്കും കിട്ടുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ മനസ്സ് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ഏതോ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ജോലി, സാമ്പത്തികം, റിലേഷൻഷിപ്പ് അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഒരു നല്ല ഫലം വന്ന് ചേരാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒക്കെ ആയിരിക്കാം ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലരും വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും ഏതൊരു മോശം സാഹചര്യത്തെയും ശക്തമായിട്ട് കൈകാര്യം ചെയ്യാനുമൊക്കെ കഴിയുന്ന എനർജിയുള്ള ആളുകളാണെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ബുദ്ധിയും അനുഭവ സമ്പത്തുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. കൂടാതെ ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റും തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹമോ പ്ലാനോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന ഒരു ആശയക്കുഴപ്പം മൂലം നിങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞായിരിക്കാം നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും ഉപദേശവുമൊക്കെ നൽകി നിങ്ങളെ സഹായിക്കാനും പലരും നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും
മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ പുരോഗതി ഉണ്ടാവുന്ന പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന ഒക്കെ ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ പലർക്കും ഈ ഒരു സമയം ഒരു വളർച്ചയുടെ സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം ഇപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തി, ഒരു അദൃശ്യ ശക്തി നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ടെന്ന്. കൂടാതെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ട്. അത്തരം ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ കാര്യങ്ങൾ കൂടുതൽ ശരിയായ രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അറിവും അനുഭവ സമ്പത്തുമൊക്കെയുള്ള ആളുകളുടെ ഉപദേശം നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളെ ആത്മീയമായും മാനസികമായും വളരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണിത്. നല്ലത് ചെയ്താൽ നല്ല ഫലം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലവും നിങ്ങളെ തേടി വരുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തിയായാലും, അത് നല്ലതായാലും മോശമായാലും, ഒരു സമയം അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അതിനാൽ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധരായിട്ട് ഇരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.